ഉദയയുടെ ഉമ്മയിൽ നായകൻ തിക്കുറിശിയാണ്. അതിലെ ഹാജിയാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അദ്ദേഹം തോന്നുമ്പോൾ നിക്കാഹ് കഴിക്കുകയും തോന്നുമ്പോൾ വിവാഹം ഒഴുകുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ നായികയായിട്ട് BS സരോജയാണ്, അന്നത്തെ പ്രശസ്ത നായികയാണ്. അവരുടെ മകളാണ് രാജകുമാരി എന്നൊരു നടിയുണ്ട്. ചെമ്മീനിലൊക്കെ അഭിനയിച്ച ഒരു പ്രശസ്തിയായിരുന്നു. ഈ രാജകുമാരി ഇദ്ദേഹത്തിൻ്റെ മകളായിട്ട് സൈനബയെ അത് നേരത്തെ പാലാണ്, തേനാണ്, പഞ്ചാര പാൽക്കുഴമ്പാണെന്നൊക്കെ പാടി സൈനബയെ പറ്റിയാണ്. KP ഉമറും രാജകുമാരിയും അല്ലെങ്കിൽ സൈനബയും ഹമീദുമായിട്ടുള്ള ഒരു പ്രേമരംഗത്തിലാണ് അതിപ്രശസ്തമായ ഉമ്മയിൽ ഒരു വലിയ ഡ്യുയറ്റ് ഉണ്ട്. ഭാസ്കരൻ മാസ്റ്ററിൻ്റെ പ്രണയഗാനത്തിൻ്റെ രചനയുടെ സാമർഥ്യം തെളിയിക്കുന്ന ഒരു പാട്ടാണത്. എൻ കണ്ണിൻ്റെ കടവിലടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാടു ഭരിക്കണ സുൽത്താനുണ്ട്, പാടിയാടി നാടു വാഴണ സുൽത്താനുണ്ട്, ഒരു സുൽത്താനുണ്ട്. എൻ കണ്ണിൻ്റെ കടവിലടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാടു ഭരിക്കണ സുൽത്താനുണ്ട്, ഇത് അക്കാലത്ത് ഗാനമേള വേദികളിലും ചെറുപ്പക്കാരെല്ലാം പാടിക്കൊണ്ട ഹിറ്റായിരുന്നു. അങ്ങനെ ഉമ്മയിൽ ഒരു P. ഭാസ്കരൻ, ബാബുരാജ് കൂട്ടുകെട്ട് സൃഷ്ടിക്കുകയും അത് ഹിറ്റുകളാവുകയും ചെയ്തതോടുകൂടിയാണ് രാഘവ മാസ്റ്ററിൽ നിന്നും P. ഭാസ്കരൻ, ബാബുരാജ് കൂട്ടുകെട്ട് ഇതോടുകൂടിയാണ് പുറത്തുണ്ടത്. അങ്ങനെ ഒരുപാട് സിനിമകൾ ഭാസ്കരൻ ബാബുരാജിൻ്റെ ആയിട്ടുണ്ട്. അത് പിന്നീട് നമുക്കൊരു അവസരത്തിൽ പറയാം. ഉമ്മയ്ക്ക് ശേഷം പിന്നീട് ഭാസ്കര മാസ്റ്ററിൻ്റെ രചന വൈശിഷ്ട്യം നമ്മൾ കാണുന്നത് സ്ത്രീ ഹൃദയം എന്നൊരു ചിത്രത്തിലാണ്. അത് JD തോട്ടാൻ എന്നൊരു ഡയറക്ടറുണ്ട്. അദ്ദേഹമാണ് വയലാറിനെ ആദ്യമായിട്ട് മലയാള സിനിമയിൽ കൊണ്ടുവരുന്നത്. കൂടപ്പിറപ്പ് എന്ന സിനിമയിൽ വയലാർ രാഘവ മാസ്റ്റർ ഒരു കൂട്ടായിട്ട് വന്ന് തൊട്ടടുത്ത വർഷമാണ് സ്ത്രീ ഹൃദയം എന്നൊരു സിനിമ എടുക്കുന്നത്. അപ്പം വയലാറും LPR വർമ്മ എന്ന സംഗീത സംവിധാനമുണ്ട്. പൂവനങ്ങൾക്കറിയുമെന്നുള്ള നാടകഗാനങ്ങളൊക്കെ ചെയ്ത കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവള്ളം ഉണ്ടായിരുന്നു. ഈ നാടകഗാനങ്ങളുടെ പ്രശസ്തനായ വയലാർ KPSC കൊണ്ട് കേരള തിയേറ്റേഴ്സ്, ആ തിയേറ്റേഴ്സിലെ നാടകങ്ങൾക്കെല്ലാം സംഗീതം പകർന്ന ടീമാണ് വയലാറും LPR വർമ്മയും. അങ്ങനെ ആ കൂട്ടുകെട്ട് നാടകത്തിലൂടെ പ്രശസ്തമായപ്പോൾ JD തോട്ടാൻ കരുതി ഈ ടീമിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നാലെന്നോ എന്ന് കരുതി JD തോട്ടാൻ തൻ്റെ പുതുചിത്രമായ ശ്രീഹൃദയത്തിൽ പ്രേംനവാസും അംബികയുമാണ് നായകൻ. സർവവും സഹിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. സ്ത്രീ പ്രേക്ഷകരോട് ആകർഷിച്ച സിനിമയും കൂടാണിത്. അപ്പം ഇതിലേക്ക് ഗാനങ്ങൾ എഴുതാൻ അദ്ദേഹം കൊണ്ടുവന്നത് ഭാസ്കരൻ മാസ്റ്ററിനെയും, അതുവരെ ഇപ്പം നേരത്തെ ആദ്യം ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു, പിന്നീട് നീലക്കുറിശി രാഘവ മാസ്റ്റർ ആയിരുന്നു, പിന്നീട് മിന്നാമിനുങ്ങി തുടങ്ങിയെങ്കിലും ഉമ്മയിലൂടെ ഭാസ്കരൻ ബാബുരാജ് ഒരു കൂട്ടുകെട്ടായിരുന്നു. പക്ഷേ ഇതിലൂടെ വന്നപ്പോഴത്തേക്ക് വേറൊരു കൂട്ടുകെട്ടിലേക്കാണ് പ്രൊഡ്യൂസർ നിർബന്ധിച്ച് LPR വർമ്മ, P. ഭാസ്കരൻ, അങ്ങനെ വേറെ ഒരു കൂട്ടുകെട്ടിൽ ഗാനങ്ങൾ ഉണ്ടാവുകയും അതും ഗാനങ്ങളെല്ലാം തന്നെ വ്യത്യസ്തവും പ്രണയാതുരങ്ങളും ഹിറ്റുമായി തീർന്നു. അങ്ങനെ ശ്രീഹൃദയത്തിന് ശേഷം വീണ്ടും അദ്ദേഹം ഉദയയ്ക്ക് വേണ്ടി തന്നെയാണ് പോകുന്നത്. ഉദയയുടെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഉമ്മയ്ക്ക് ശേഷം അവരൊരു മുഴുനീള ഹാസ്യം, എനിക്ക് തോന്നുന്നു മലയാള ചലച്ചിത്ര വേദിയിൽ തന്നെ ഒരു മുഴുനീള ഹാസ്യചിത്രം ഇതായിരിക്കും. അത് ആ സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാതെ ഹാസ്യ നടനെ ബഹദൂറിന് നായകനാക്കി നീലി സാലി അങ്ങനൊരു സിനിമയായിരുന്നു. അതിൽ P. ഭാസ്കരൻ രാഘവ മാസ്റ്ററാണ് കൊണ്ടുവരുന്നത്. ഉമ്മയിൽ ബാബുരാജനകത്ത് രാഘവ മാസ്റ്റർ കൊണ്ടുവരികയാണ്. പക്ഷേ അന്ന് അദ്ദേഹം ആകാശവാണി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് വേറെ ആ പേര് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ചാക്കോയുടെ മകളുണ്ട്, മോളി എന്നുള്ള മകളുടെ പേരിലാണ് ഈ ചിത്രത്തിൽ സംഗീത സംവിധാനം മോളി എന്നാണ് കൊടുത്തേക്കുന്നത്. രാഘവ മാസ്റ്റർ മോളി എന്ന അപരനാമധേയത്തിൽ ചെയ്ത സിനിമയാണ് നീലി സാലിയിലെ കോമഡി കലർന്നതും നാട്ടുപദങ്ങളാൽ സമ്പന്നവുമായ ആ പാട്ടുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. നീലി സാലിയിലെ വളരെ
നർമ്മ രസം തുളുമ്പുന്ന ഒരു പാട്ടുണ്ട്. വളരെ വെച്ചാൽ ഇത്രയും ലാളിത്യമുള്ള പാട്ട് മലയാളത്തിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് അറിയത്തില്ല. അതിന്റെ പ്രത്യേകതകൾ നമുക്ക് വന്നു വെക്കാം. ഒരു കോഴിയും കാക്കയും തമ്മിലുള്ള സംസാര മധ്യ രീതിയിലാണ് ഈ പാട്ട് അവതരിപ്പിച്ചേക്കുന്നത്. അപ്പൊ തുടക്കം തന്നെ അതിനകത്താണ് ചോദിക്കുന്നത്, ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ. ഓട്ടക്കണ്ണിട്ട്, കാക്ക ചരിഞ്ഞല്ലേ നോക്കുന്നത്. അപ്പൊ കാക്കയുടെ ഒരു നേരായ ദൃശ്യം, കാക്ക എപ്പോഴും ചരിഞ്ഞാണ്. കാരണം നമ്മൾ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നത് കള്ളക്കണ്ണെന്നും പറയാം. അതിന് ഒരു ഭാഷയും കൊടുത്തേക്കാണ്, ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ തെക്കേ വീട്ടിൽ എന്ത് വർത്താനം കാക്കേ. തെക്കേ വീട് നമ്മൾ വടക്കേ വീട് എന്നൊക്കെ പണ്ടുള്ള കാലങ്ങളിൽ സംസാര ഭാഷ ഉപയോഗിച്ചിരുന്നതാണ്. അതാണ് അടുത്ത വീട് എന്ന് പറയുന്നത്. തെക്കേ വീട്ടിൽ എന്ത് വർത്താനം, വർത്തമാനം എന്താണ് വിശേഷം. വർത്തമാനം എന്നുള്ള വിശേഷ സാഹിത്യ പദമാണ്. വർത്താനം സാധാരണക്കാരൻ പറയുന്നൊരു വാക്കാണ്. തെക്കേ വീട്ടിൽ വർത്താനം ചോദിക്കുകയാണ്. അപ്പം ഇപ്പുറത്ത് പിന്നെ കോഴി അടുത്ത മറുപടിയാണിത്. പൂവാലനായി നിൽക്കും കോഴി. പൂവാലൻ രണ്ടർത്ഥമുണ്ട്. നമ്മളിപ്പോൾ കളിയാക്കി പെണ്ണുങ്ങളെ കളിയാക്കി ശൃംഗരിച്ചടക്കാതെ പൂവാലെന്ന്. പക്ഷേ പൂക്കളുടെ ഇതുള്ള വാലുള്ള കോഴിക്കാണ് പൂവാലൻ കോഴി എന്ന് വിളിക്കുന്നത്. കോഴിക്ക് ശൃംഗാരമുണ്ട്. ഇപ്പൊ രണ്ടർത്ഥത്തിൽ ഭാസ്കര മാസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പൂവാലനായി നിൽക്കും കോഴി നീ ഇപ്പോൾ പൂവികതെന്താണ് കോഴി. പൂവാലനായിക്കുന്ന കോഴി നീ എന്താണ് ഇപ്പൊ കൂവിയെന്ന്. അപ്പൊ അപ്പുറത്ത് ചോദിച്ച് ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്ക തെക്കേ വീട്ടിലെന്ത് വർത്താനം. അപ്പൊ കാക്ക ചോദിച്ച കോഴി പൂവാലനായി നിൽക്കുന്ന കോഴി ഇപ്പൊ നീ കൂവിയത് എന്താണ്, എന്തെങ്കിലും അർത്ഥം വെച്ചാണോ കൂവിയെന്ന്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ അപ്പുറത്ത് വീട്ടിലെ നുണകളും വിശേഷം അറിയാനുള്ള സാധാരണക്കാരന്റെ ഒരു ആകാംക്ഷയാണ് ഈ പദത്തിലൂടെ, ഈ കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ സരസമായ പദങ്ങളിലൂടെ മലയാള സിനിമാ ഗാനങ്ങൾക്ക് പുതിയൊരു മാനം കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ. ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ. അപ്പൊ നീലിസാല് ഭാസ്കര മാസ്റ്റർ രാഘവ മാസ്റ്റർ കൂട്ടിന് വേറൊരു പാട്ടുണ്ട്. മെഹബൂബ് പാടി തന്നെയാണത്. നായകൻ ബെഹദൂറിന് വേണ്ടി മെഹബൂബാണ് പാട്ടുകൾ പാടിയേക്കുന്നത്. അത് ഈ പാട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർക്കും അറിയാം, പഴയ തലമുറയ്ക്ക് മാത്രം. പുതിയ തലമുറയ്ക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ അത് ഇപ്പോഴത്തെ ഈ ഫോണിന്റെ റിംഗ് ടോണായിട്ട് ഈ പാട്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അടുത്ത കാലത്ത് കേട്ട് എനിക്കൊരു ഫോൺ വന്നപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഈ പാട്ട് അപ്പൊ ഇങ്ങനെ പാട്ടായിട്ടേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. നയാ പൈസയില്ല കയ്യിൽ, നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല കയ്യിൽ. നയാ പൈസ എന്ന് പറയുമ്പോൾ അന്ന് ചക്രമായിരുന്നു അതിന് മുമ്പേ. അപ്പൊ ഈ പുതിയ പൈസക്ക് പുതിയ എന്നർത്ഥം നയാ പൈസ എന്ന് പറയും. പൈസ ആദ്യമായിട്ട് ഇറങ്ങിയ സമയമാണ്. അതുകൊണ്ട് ഈ പുതിയ പിള്ളേർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലായി. ചക്രം, അരചക്രം എന്ന ചക്രത്തിന്റെ ഈ നാണയങ്ങളിൽ മാറ്റം വന്നാണ് പൈസ, ഒരു പൈസ. അതിന് ആ പൈസ പുതിയതായിട്ടുണ്ട്, നയാ പൈസ എന്നുള്ള വാക്ക്. അതാണ് ഭാസ്കര മാസ്റ്ററിന്റെ ആ കാലഘട്ടത്തിന്റെ അടയാളം കൊണ്ട് നയാ പൈസ. പുതിയ തലമുറയ്ക്ക് നയ പൈസ എന്തെന്ന് അറിയത്തില്ലെങ്കിൽ പൈസക്ക് നയ പുതിയ പൈസ എന്നാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനെ നർമ്മം കലർന്ന പാട്ടിലൂടെ നീലിസാലി ഒരു വലിയ വിജയമായിരിക്കും. പാട്ട് ഉദയയുടെ ഒരു സമ്പത്താണ് ഇപ്പോഴും പാട്ടുകൾ. അവർ സിനിമയുടെ ചിലപ്പം പരാജയപ്പെട്ടിരിക്കാം, എന്നാൽ ഒരുപാട് ഹിറ്റ് സിനിമ ഇറക്കിയിട്ടുള്ള വൻ ബാനറാണ് ഉദയ. മലയാള സിനിമയെ മലയാള നാട്ടിൽ കൊണ്ടുവന്ന് ഡോക്ടർ സുബ്രഹ്മണ്യം മുതലാളി പോലെ തന്നെ അസാമാന്യ ധൈര്യശാലിയായിട്ട് പണം ഇറക്കി മലയാള സിനിമയെ പരിരക്ഷിച്ചിട്ട് ആളാണ് ശ്രീ കുഞ്ചാക്കോ. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്താണ് ഇദ്ദേഹം. ഉമ്മയ്ക്ക് ശേഷം ആ നീലിസാലി കുറച്ച് സാമ്പത്തികമായിട്ട് പരാജയം വന്നത് അന്നത്തെ തലമുറയ്ക്ക് എന്തോ അതിൻ്റെ കഥയും മറ്റും ആയിരിക്കും. പക്ഷെ പാട്ട് ഹിറ്റായി. പാട്ട് ഇന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിയ പാട്ടുകളാണ്. പിന്നീട് നമ്മൾ ഉദയയുടെ പടത്തിന് ശേഷം ഭാസ്കർ മാസ്റ്റർ അടുത്ത രചന നമുക്ക് കാണുന്നത് മെറിലാൻഡ് അല്ലെങ്കിൽ നീല പ്രൊഡക്ഷൻസിന്റെ ക്രിസ്മസ് രാത്രിയിലാണ്. അപ്പോൾ ഉദയ എന്ന വലിയ ബാനറിലേക്ക് കയറി കഴിഞ്ഞു. നീല എന്ന അതേ കണക്ക് തന്നെ മലയാളത്തിൽ അതിപ്രശസ്തമായ സ്വന്തം സ്റ്റുഡിയോയൊക്കെ ഉള്ള സുബ്രഹ്മണ്യം മുതലാളി, അദ്ദേഹം നിരവധി തിയേറ്ററുകളുടെയും സ്റ്റുഡിയോയുടെ ഉടമസ്ഥനായിരുന്നു. അദ്ദേഹം കുഞ്ചാക്കോ പോലെ അദ്ദേഹം തന്നെ നിർമ്മാതാവും സംവിധായകനും. ഒരുപാട് പുതുമുഖങ്ങളൊക്കെ കൊണ്ടുവന്ന, ഒരുപാട് ടെക്നീഷ്യൻസിനെ കൊണ്ടുവന്ന ഒരു സ്ഥാപനം മെറിലാൻഡ്. മെറിലാൻഡിലെ നീല പ്രൊഡക്ഷൻസിന്റെ ക്രിസ്മസ് രാത്രി സിനിമയ്ക്ക് വേണ്ടി ഭാസ്കര മാസ്റ്റർ എത്തുകയാണ്. അപ്പം വമ്പൻ കമ്പനിക്കാർ ഭാസ്കര മാസ്റ്റർ വിളിച്ചു തുടങ്ങി. ഉദയ കഴിഞ്ഞപ്പോഴത്തേക്കും ഉദയ വിളിച്ചപ്പോൾ ഇവർക്കും വിളിക്കണമെന്ന് തോന്നി. അങ്ങനെ ക്രിസ്മസ് രാത്രി എന്ന സിനിമയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. ക്രിസ്മസ് രാത്രിക്ക് വേണ്ടി ബ്രദർ ലക്ഷ്മണനാണ് ഭാസ്കരൻ മാസ്റ്ററിന്റെ വേറൊരു ദക്ഷിണാമൂർത്തി. രാഘവ മാസ്റ്റർ, ബാബുരാജൻ, LPR വർമ്മയ്ക്ക് ശേഷം
അപ്പം അടുത്തൊരു കൂട്ടുകെട്ടിലേക്ക് കടന്നു ബ്രദർ ലക്ഷ്മണൻ. പക്ഷെ അധികം നീണ്ടുപോയില്ല, കാരണം ഈ ബ്രദർ ലക്ഷ്മണൻ മെറിലാൻഡ് അല്ലെങ്കിൽ നീല പ്രൊഡക്ഷൻസിൽ മാത്രം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്ന ഒരു, എന്തോ അദ്ദേഹത്തിന് പുറത്തു പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ ഒരു ഒതുങ്ങിക്കൂടിയ ഒരാളായതുകൊണ്ടാണ് ബ്രദർ ലക്ഷ്മണൻ നീലയുടെ പടങ്ങൾക്ക് മാത്രം ചെയ്തത്. അതുകൊണ്ട് ഈ പടത്തിൽ ക്രിസ്മസ് രാത്രി എന്ന പടത്തിന് വേണ്ടി അദ്ദേഹം ഒരുമിക്ക് നീലയിൽ അതിൽ ഉണ്ണിയാർച്ച ഒരു അന്തർനാടകം ഉണ്ടായിരുന്നു. അതിൽ ആ വരികളൊക്കെ മനോഹരമായിരുന്നു. അങ്ങനെ ക്രിസ്മസ് രാത്രി കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്ക് മാറ്റുന്ന പ്രധാനമായ ഒരു സംഭവത്തിന് നമ്മൾ കണ്ടു. അന്ന് വരെ കളർ സ്വപ്നമായിരുന്നു. കളർ ഹിന്ദിയും തമിഴും ഒക്കെ കണ്ടുകൊണ്ട് മലയാളത്തിൽ ആദ്യമായിട്ട് കളർ പടം കാണുന്നത് കണ്ടം വെച്ചക്കോട്ട് എന്ന ഒരു മുസ്ലിം സാമുദായിക ചിത്രത്തിലാണ്. അത് TR സുന്ദരം എന്നൊരാളാണ് മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ബാനറിൽ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. മുഹമ്മദ് യൂസഫ് എന്നൊരു ആളിൻ്റെ പ്രശസ്തമായ കണ്ടം വെച്ച്, അന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കളിച്ചുള്ള നാടകമാണ് കണ്ടം വെച്ചക്കോട്ട്. അതിന് അപ്പം KT മുഹമ്മദ് എന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ നാടകത്തിലൂടെ സിനിമയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അച്ഛനും ബാപ്പയും എന്ന സിനിമ, മതങ്ങളും മറ്റും സൃഷ്ടിച്ച സിനിമ അച്ഛനും ബാപ്പയും, കടൽപ്പാലം, അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളാണ് പിന്നീട് സിനിമയാക്കിയത്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി സംഭാഷണം എഴുതിക്കൊണ്ട് കടന്നു വരികയാണ് കണ്ടം വെച്ച് കോട്ടൂടെ. എന്നാൽ മുസ്ലിം സംഭാഷണം പ്രത്യേക രീതി എഴുതാനൊക്കെ കഴിവുള്ളവർ വേണം. ഉദയായിൽ ശാരംഗമണിയാണ് എഴുതിയിരുന്നത്. ഇതിനകത്ത് ഇപ്പം TR സുന്ദരം KT മുഹമ്മദിനെ കൊണ്ടുവരണം. മുഹമ്മദ് യൂസഫിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും KT മുഹമ്മദ് വന്നത്. കൂടപ്പുറപ്പിലൂടെ നായകനായിട്ട് വന്ന പ്രേം നസീറും അംബികയുമാണ് കണ്ടം വെച്ച് കോട്ടുന്ന കളർ ചിത്രത്തിൽ നായകനും അവളെ ഭാഗ്യം കിട്ടിയെന്ന് ആലോചിക്കണം. മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് പ്രേം നവാസിന് ഈ ചിത്രത്തിൽ കിട്ടിയത്. അങ്ങനെ ഈ കണ്ടം വെച്ച കോട്ട് മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമാവും.